ആളിപ്പടരുന്ന ക്രോക്രോച്ച് വിപ്ലവം. ഇന്ത്യയിലാകെ ഒരു വിപ്ലവം നിശബ്ദമായി പടർന്നു പിടിക്കുകയാണ്. ക്രോക്രോച്ച് വിപ്ലവം, അതായത് പാറ്റ വിപ്ലവം. എന്താണ് ഇത്? യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ ട്രെൻഡാവുകയാണ് ഈ ഒരു വിപ്ലവം. ഇതൊരു പാർട്ടിയാണ്, ഡിജിറ്റൽ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാർട്ടിയുടെ ആശയവും ഈ പാർട്ടി രൂപം കൊള്ളാനിടയായ പശ്ചാത്തലവുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് യുവാക്കളെ പാറ്റയോട് ഉപമിച്ചത്. അതേ തുടർന്നാണ് മെയ് 16 മുതൽ ഈ ഒരു ഡിജിറ്റൽ പാർട്ടി ഇന്ത്യയിലാകെ യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ പടർന്നു പിടിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ, അതായത് BJP, കോൺഗ്രസ് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളെ ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് വലിയ തോതിൽ മുന്നേറുകയാണ് ഈ ഒരു പാർട്ടി. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പരിശോധിക്കാം. മെയ് 16 ആരംഭിച്ച ഈ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഉടമ എന്ന് പറയുന്നത് അഭിജിത്ത് ദീപ്കയാണ്. ഈ ജസ്റ്റിസിൻ്റെ ഈ പാറ്റാവിളിയിൽ, യുവാക്കളെ പരിഹസിച്ചുകൊണ്ടുള്ള ഈ പാറ്റാവിളിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഇതൊരു കാട്ടുതീ പോലെ വ്യാപിച്ചത്. മെയ് 16 ആരംഭിച്ച ഈ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഫോളോവേഴ്സ് ഇപ്പോൾ വെറും 5 ദിവസം കൊണ്ട് 9.7 ദശലക്ഷം, ഏതാണ്ട് 97 ലക്ഷം, 1 കോടിയോട് അടുക്കുന്നു. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് അത്രമാത്രമുണ്ട്. സുപ്രീം കോടതിയിലെ ഒരു വാദത്തിനിടെ തൊഴിലില്ലാത്ത യുവാക്കൾ RTI പ്രവർത്തകരായും അതേപോലെ സ്വയം മാധ്യമങ്ങളായും മാറുന്നുവെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ഒരു പരാമർശം. എന്ന് മാത്രമല്ല, അദ്ദേഹം യുവാക്കളെ പരിഹസിച്ചുകൊണ്ട് അവർ എല്ലാവരെയും പാറ്റകളെ പോലെ ആക്രമിക്കുന്നു. ഇന്ത്യയിലെ യുവാക്കൾ, തൊഴിലില്ലാത്ത യുവാക്കൾ വെറുതെ കുത്തിയിരുന്ന് സ്വയം മാധ്യമങ്ങളായി മാറുന്നു എന്ന് മാത്രമല്ല, ഇവർ ഈ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ എല്ലാവരെയും കടന്നാക്രമിക്കുന്ന വെറും പാറ്റകളാണ് എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ വിശേഷണം. ഇതേ തുടർന്നാണ് ഈ ഒരു വിപ്ലവത്തിൻ്റെ തുടക്കം. തൻ്റെ പ്രസ്താവന വ്യാജ ബിരുദമുള്ളവരെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ പ്രസ്താവനയിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ ജെൻസികൾ ഇത്തരമൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്രയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മടിയന്മാരും എപ്പോഴും ഓൺലൈനിൽ സമയം ചെലവഴിക്കുന്നവരും തൊഴിലില്ലാത്തവരുമാണ് ഇപ്പോഴത്തെ യുവാക്കൾ. അവർക്ക് എല്ലാവരെയും വിമർശിക്കണം. അവരുടെ മുഖ്യ തൊഴിലെന്ന് പറയുന്നത് മാധ്യമങ്ങൾ വഴി, ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴി എല്ലാവരെയും വിമർശിക്കുന്നതാണ്. അവർ വെറും പാറ്റകളാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇതേ തുടർന്ന് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് വിദ്യാർത്ഥിയായ 30 വയസ്സുള്ള അഭിജിത്ത് ദീപ്കെ ഈ ഒരു പരാമർശം നടത്തി. ആ പരാമർശമാണ് ഇപ്പോൾ കാട്ടുതീ പോലെ യുവാക്കൾക്കിടയിൽ പടർന്നു കയറിയിരിക്കുന്ന ഈ ഒരു ക്രോക്രോച്ച് പാർട്ടി. അഭിജിത്ത് പറഞ്ഞത്, രാജ്യത്തെ പൗരന്മാരെ ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ ചീഫ് ജസ്റ്റിസിന് ആരാണ് അധികാരം കൊടുത്തത് എന്നാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളായ മഹുവ മൊയ്ത്ര, കീർത്തി ആസാദ് തുടങ്ങിയിട്ടുള്ള മുഖ്യധാര പാർട്ടിയിൽപ്പെട്ട നേതാക്കളും ഇപ്പോൾ ഈ ക്രോക്രോച്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അവരും ഈ ക്രോക്രോച്ച് പാർട്ടിയിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് കുറിപ്പിട്ടിരിക്കുന്നു. CJP എന്നാണ് ഈ പാർട്ടിയുടെ മുഴുവൻ പേര്. ക്രോക്രോച്ച് ജനത പാർട്ടി എന്നാണ് ഈ പാർട്ടിയുടെ പേര്. ഇവർ ഏതാണ്ട് 5-6 അജണ്ടകളാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്, വിരമിച്ച ശേഷം ഒരു ചീഫ് ജസ്റ്റിസിനും രാജ്യസഭ സീറ്റ് നൽകാൻ പാടില്ല. നമുക്കറിയാം, ഇപ്പോൾ ചീഫ് ജസ്റ്റിസായിട്ട് വിരമിക്കുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് വിരമിക്കുന്ന ആൾ പിന്നെ നമ്മൾ കാണുന്നത് രാജ്യസഭയിൽ ഇരിക്കുന്നതാണ്. ആ ഒരു പരിപാടി നിർത്തുക എന്നുള്ളതാണ് CJPയുടെ ആദ്യത്തെ ഒരു അജണ്ട. രണ്ടാമതായി ഇവർ പറയുന്നത്, പാർലമെന്റിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പാർട്ടി മാറുന്ന MP-മാർക്കും MLA-മാർക്കും 20 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ആവശ്യം എന്ന് പറയുന്നത്, വോട്ടർമാരുടെ പേര് അനധികൃതമായി വെട്ടി മാറ്റുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ
അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്ന ആളുടെ പിടിപ്പുകേടാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്നാണ്. പിന്നീട് അവർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കോർപ്പറേറ്റ് ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളുടെ ലൈസൻസ് ഉടനടി റദ്ദാക്കുക. കാരണം കോർപ്പറേറ്റുകളുടെ പണം വാങ്ങിക്കൊണ്ട് ഈ മാധ്യമങ്ങൾ പറയുന്നത് ആ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്, അവരുടെ അജണ്ടയാണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളെ കണ്ടെത്തി ആ സ്ഥാപനങ്ങളെ പൂട്ടിക്കെട്ടുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളെ അതേപടി ഉയർത്തിപ്പിടിക്കണം. അതിനെ വ്യാഖ്യാനിക്കാനോ വ്യാഖ്യാനിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റാനോ പാടില്ല. ആ ഭരണഘടനാ മൂല്യങ്ങളെ പിന്തുടരുക, ആ ഭരണഘടനാ മൂല്യങ്ങളെ അതിൻ്റെ ധാർമ്മികതയിൽ പിന്തുടരുക എന്നുള്ളതാണ് അവർ ആഹ്വാനം ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ കാര്യം. ഇങ്ങനെ 5 or 6 അജണ്ടയാണ് അവരുടെ പക്കലുള്ളതെങ്കിലും അത് വൻതോതിൽ ഒരു ജെൻസി വിപ്ലവമായി ഡിജിറ്റൽ മേഖലയിൽ വ്യാപിച്ചതോടുകൂടി കേന്ദ്ര സർക്കാർ ഇവരുടെ എക്സ് അക്കൗണ്ട് പൂട്ടിച്ചിരിക്കുകയാണ്. മാത്രമല്ല CJPയുടെ ഇത്തരമൊരു ഡിജിറ്റൽ വിപ്ലവം BJPയുടെയും കോൺഗ്രസിൻ്റെയും അടക്കമുള്ള മുഖ്യധാരാ പാർട്ടികളുടെ എല്ലാ സാമൂഹിക അക്കൗണ്ടുകളെക്കാളും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. വെറും 5 ദിവസം കൊണ്ട് 1 കോടി പേരാണ്, ഏകദേശം 1 കോടി പേരാണ് ഇവരുടെ പിന്നിൽ അണിനിരുന്നത്. ഇപ്പോഴും ഓരോരുത്തരും സ്വയം ഉയർന്നു വരികയാണ് ഇവരോടൊപ്പം ചേരാൻ. അത്തരത്തിൽ പുതിയൊരു വിപ്ലവത്തിനാണ് ഈ CJP തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അന്ത്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ഇതിൻ്റെ വളർച്ച ഏത് തരത്തിലാണെന്ന് നമുക്കറിയില്ല. ഇത് ഏത് തരത്തിൽ ഇതിൻ്റെ ഭാവി പോകുമെന്ന് അറിയില്ല. കേന്ദ്ര സർക്കാർ ഇത്തരമൊരു പാർട്ടിയെ ഡിജിറ്റൽ രംഗത്ത് നിന്ന് ബാൻ ചെയ്യുമോ എന്നറിയില്ല. ഏതായാലും എക്സിൽ അവരെ ബാൻ ചെയ്തിരിക്കുകയാണ്, അവരെ നിയന്ത്രിച്ചിരിക്കുകയാണ്. പക്ഷേ മറ്റ് അക്കൗണ്ടിലെ ഫേസ്ബുക്ക് അടക്കമുള്ള അക്കൗണ്ടിൽ കൂടി ഇത് വലിയ തോതിൽ വ്യാപിക്കുന്നു. കേരളത്തിലും യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ വ്യാപിക്കുകയാണ്. പലരുടെയും അക്കൗണ്ടിൽ ഈ ഒരു അജണ്ടകളും അതേപോലെ തന്നെ CJPയെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും സർവ്വവ്യാപിയായി വന്നിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.